ഒരു നാടൻ മാങ്ങ അച്ചാർ തയ്യാറാക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന അച്ചാറിനേക്കാൾ രുചിയിലും മണത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു റെസിപ്പിയാണിത്. ശരിയായ അളവിൽ മസാലയും എണ്ണയും ചേർത്താൽ മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനും സാധിക്കും. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് 100 മില്ലി അല്ലെങ്കിൽ അര കപ്പ് നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായാൽ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം ലോ ആക്കണം. ശേഷം 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഏകദേശം 3 മിനിറ്റ് നേരം വഴറ്റണം. വെളുത്തുള്ളിയുടെ മണവും രുചിയും എണ്ണയിലേക്ക് നന്നായി ഇറങ്ങി വരുന്നത് അച്ചാറിന്റെ രുചി കൂട്ടുന്ന പ്രധാന ഘടകമാണ്. ഒന്നാമത്തെ ടിപ്പ്, അച്ചാറിനായി ഉപയോഗിക്കുന്ന എണ്ണ നല്ല ഗുണമേന്മയുള്ളതാണെങ്കിൽ അച്ചാറിന്റെ ഷെൽഫ് ലൈഫും രുചിയും കൂടുതൽ മികച്ചതായിരിക്കും. 3 മിനിറ്റിന് ശേഷം മസാലകൾ ചേർക്കാനുള്ള സമയമാണ്. ഈ ഘട്ടത്തിലും ഫ്ലെയിം ലോ ആയിരിക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ വറുത്തു പൊടിച്ച ഉലുവപ്പൊടി, 1 ടീസ്പൂൺ വറുത്തു പൊടിച്ച കടുക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. തുടർന്ന് ഏകദേശം 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വഴറ്റുക. രണ്ടാമത്തെ ടിപ്പ്, മസാലകൾ ചേർത്ത ശേഷം തീ കൂട്ടരുത്. ഉയർന്ന ചൂടിൽ മസാലകൾ കരിഞ്ഞു പോയാൽ അച്ചാറിന് കയ്പ് രുചി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മസാലകളുടെ നിറവും മണവും എണ്ണയിൽ നന്നായി കളർന്നിട്ടുണ്ടാകും. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 2 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. നമ്മുടെ ഈ കൊച്ചു ചാനലിന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ശ്രമിക്കണേ. നന്നായി ഇളക്കിയ ശേഷം 1 കിലോ മാങ്ങ അരിഞ്ഞത് ചേർക്കാം. ഇവിടെ ഉപയോഗിക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് 30 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച മാങ്ങയാണ്. മാങ്ങ ചേർത്ത ശേഷം മസാല എല്ലായിടത്തും നന്നായി പിടിക്കുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. മൂന്നാമത്തെ ടിപ്പ്, മാങ്ങ മുൻകൂട്ടി ഉപ്പ് ചേർത്ത് വെക്കുന്നത് മാങ്ങയുടെ അധിക ഈർപ്പം കുറയ്ക്കാനും അച്ചാറിന് നല്ല ടെക്സ്ചർ ലഭിക്കാനും സഹായിക്കും. ഇനി മാങ്ങയും മസാലയും ഒന്നായി ചേർന്ന് മനോഹരമായ നിറം കിട്ടുമ്പോൾ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്ത് പൂർണ്ണമായി തണുക്കാൻ അനുവദിക്കുക. തണുത്ത ശേഷം മാത്രം സ്റ്റോർ ചെയ്യാനുള്ള കുപ്പിയിലോ കണ്ടെയ്നറിലോ മാറ്റിവെക്കുക. നാലാമത്തെ ടിപ്പ്, സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നർ പൂർണ്ണമായും ഉണങ്ങിയതായിരിക്കണം. ചെറിയ അളവിൽ പോലും വെള്ളമുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അച്ചാർ കൂടുതൽ ദിവസം എങ്ങനെ സൂക്ഷിക്കാം എന്നത്. അതിന്റെ രഹസ്യം ശുചിത്വവും ഈർപ്പമില്ലായ്മയുമാണ്. ഉപയോഗിക്കുന്ന സ്പൂൺ എല്ലായ്പ്പോഴും വൃത്തിയുള്ളതും ഉണങ്ങിയതുമായിരിക്കണം. അങ്ങനെ ചെയ്താൽ അച്ചാർ വളരെ നാൾ നല്ല രുചിയോടെ സൂക്ഷിക്കാൻ കഴിയും. അഞ്ചാമത്തെ ടിപ്പ്, അച്ചാർ തയ്യാറാക്കിയ ശേഷം 1 ദിവസം വെച്ചിട്ട് ഉപയോഗിച്ചാൽ മസാലകൾ മാങ്ങയിൽ നന്നായി ഇറങ്ങി കൂടുതൽ സ്വാദിഷ്ടമാകും. ഇതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ കിടിലൻ നാടൻ മാങ്ങ അച്ചാർ റെഡി. ഒരിക്കൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. പിന്നെ കടയിൽ അച്ചാർ വാങ്ങേണ്ട ആവശ്യം തന്നെ വരില്ല. ആറാമത്തെ ടിപ്പ്, കുറച്ച് എള്ളെണ്ണ കൂടി ചേർത്താൽ അച്ചാറിന് കൂടുതൽ നാടൻ ഫ്ലേവറും മനോഹരമായ മണവും ലഭിക്കും. ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ.